ലിനൻ ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ അജ്മൽ ബിസ്മിക്ക് സമീപം. ഒറ്റപ്പാലം മണ്ഡലം നാട്ടുവച്ച കാർഷിക മഹോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം നടന്നു. ഒറ്റപ്പാലം മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാട്ടുവച്ച കാർഷിക മഹോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് നമ്മുടെ മണ്ഡലത്തിൽ എത്ര ലിറ്റർ പാല് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്, എത്ര പാല് നമുക്ക് ഉത്പാദിപ്പിക്കുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് ഇന്നുള്ളതിനേക്കാൾ ഉത്പാദനം കൂട്ടാൻ സാധിക്കും, ആ മേഖല നേരിടുന്ന പ്രശ്നം എന്താണ്. അതുപോലെ തന്നെ കൃഷി എന്ന നിലയിൽ നാം കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, ആളുകൾ ചെറിയ തോതിലും ആശ്രയിക്കുന്നത് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കായലും കടലും ഒന്നുമില്ലാത്ത ജില്ലയും പ്രദേശവുമാണ് നമ്മുടെ പാലക്കാട് ജില്ലയും അതിന്റെ ഭാഗമായ ഒറ്റപ്പാലം മണ്ഡലവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ആരും മത്സ്യം ഉപയോഗിക്കുന്നില്ലേ? ആ മത്സ്യം ഉപയോഗിക്കുന്നത് ഒട്ടും ഒരാളും മത്സ്യം ഉത്പാദിപ്പിക്കുന്നില്ലേ? ഉൾനാടൻ മത്സ്യകൃഷി എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കാനും കൂടുതൽ സജീവമാക്കാനും കഴിയുക? അതിന് എന്തെല്ലാം ഇടപെടലാണ് നാം നടത്തേണ്ടത്? ഒരു വർഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിലവഴിക്കുന്നത്? അത് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ക്രിയേറ്റീവായി, കൂടുതൽ സക്രിയമായി, സർഗാത്മകമായി ആ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, മുൻ MP S അജയ്കുമാർ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രിൻ, നഗരസഭാ കൗൺസിലർമാർ, മുൻ നഗരസഭാ ചെയർമാൻ NM നാരായണ നമ്പൂതിരി തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഒക്ടോബർ 23, 24, 25 തീയതികളിലായിരിക്കും കാർഷിക മഹോത്സവം നടക്കുക. ഒറ്റപ്പാലം ടൗണിൽ സംഘടിപ്പിക്കുന്ന മേളയിൽ കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് അനുബന്ധ ഉപജീവന മേഖലകൾ എന്നിവയെ മുൻനിർത്തി സെമിനാറുകൾ, വിവിധ പ്രദർശനങ്ങൾ, കർഷകരെ ആദരിക്കൽ, ഭക്ഷ്യമേള, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉൾപ്പെടും.